വന്നിട്ടുള്ള ഗ്രാനി 3 പ്രാക്ടീസ് മോഡാണ്. എനിക്കിപ്പോൾ ആദ്യമായിട്ട് കളിക്കുന്നത് പ്രാക്ടീസ് മോഡ് സെൻറ്ററിനെയാണ് ഇട്ടേക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ പ്രാക്ടീസ് മോഡാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സ്ലെൻഡറിനെയാണ് ഇട്ടേക്കുന്നത്. നല്ലപോലെ എസ്കേപ്പ് ചെയ്യും ഗൈസ്. സ്ലെൻഡറിനെയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇൻട്രോ വേണ്ടായിരുന്നു, സ്കിപ്പ് ഇൻട്രോ അടിക്കാം. നമ്മൾ ആദ്യമായിട്ട് കളിക്കുവാണെങ്കിൽ നമുക്ക് അത്രക്കും പ്രാക്ടീസൊന്നും ഇല്ല. എന്നാലും നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണ്ടേ. അതുകൊണ്ട് എൻ്റെ പാട്ട് ഇറക്കണം. ഇനി നാളെ ഞാൻ ഗ്രാനി 1 ആയിരിക്കും കളിക്കുന്നത്. നമുക്ക് അത് ലോക്കി എടുക്കാം. ലോക്കി കളിക്കണം. പണ്ടൊന്നും എനിക്ക് ഗ്രാനി 3 ഒന്ന് തൊടാൻ പോലും അറിയില്ല. ഞാൻ എനിക്ക് ലോക്കി എടുക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. പാട്ട് സിലിണ്ടറിനെ പുറയുന്നേ വഴി നട്ടൊക്കെ എത്തും. ഗ്രാനി മുമ്പിൽ നിന്ന് ഇരിക്കത്തില്ല, കുറേ ഇരിക്കും. എന്നാലും തന്നിട്ട് നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്ന ട്രെയിൻ എസ്കേപ്പിംഗ് ആണ്. എൻ്റെ എണ്ണീനുള്ള സാധനങ്ങളൊക്കെ ഞാൻ കിട്ടും. രണ്ടറിയണ ഇട്ട എന്തോന്നുണ്ടോ ഒന്നും അറിയാത്തതുകൊണ്ടാണ് ഇട്ടത്. നമുക്ക് ഈ നാളെ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ ഗ്രാനി 3യുടെ അല്ലാത്ത ഇതായിട്ട് വരും. സാധാരണ സ്ട്രീമൊക്കെ എല്ലാം കളിക്കും. കുറച്ച് പ്രാക്ടീസ് വേണം. നമ്മൾ ആദ്യം അത് നോക്കില്ല. നോക്കാൻ പറ്റുന്നതാണ്. നോക്കട്ടെ. മാച്ചസ് നേരെ മേളിലോട്ട് പോകും. വെടി ചെയ്യുമ്പോൾ നമ്മൾ ഗ്രാൻഡ് പാൻ ഇട്ട് കളിക്കുന്ന നമ്മുടെ തോക്കില്ല. ഞാൻ ഒരാൾ പറയുന്ന കേട്ടത് ഗെയിം ത്രപ്പിച്ച് ഒറ്റയ്ക്ക് ഗ്രാനി കളിക്കലാണ് പറയുന്നത്. അതുകൊണ്ട് അനിയൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അനിയൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്നാലും എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പേടിയാണ്. ഞാൻ ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ടേ കളിക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കായി ഇരുട്ടാണ് ചേച്ചി ഇവിടെ മുഴുവൻ. അതുകൊണ്ട് ഒന്ന് കണ്ണണം. ആയാസം ഉണ്ടാകുന്നു ചേച്ചി. ഇവിടെ കുറച്ച് സൗണ്ടാണ്. അനിയനെ വിളിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അനിയൻ പിന്നെ കുരുത്തക്കേട് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇനി മാച്ചസ് ഉണ്ടെന്നാണ്. ഇവിടെ മാച്ചസ് ഡ്രോപ്പ് ചെയ്യാം. ഫയർവുഡ് ഉണ്ട്. ഫയർവുഡ് കണ്ടുപിടിച്ചാൽ ഇത് പാർട്ട് 2 ഇറക്കണം ഈസിൻ്റെ. നമുക്ക് അധികം എല്ലാം എക്സ്പ്ലോർ. ഇവിടെ പിന്നെ താരം ഉണ്ടെങ്കിൽ ഇവിടെ പിന്നെ കാണത്തില്ല. ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇവിടെ സെൻഡറീന തന്നെ കിട്ടുന്നുണ്ട്. സെൻഡറീന ഇങ്ങനെ വന്നപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ ഓടിക്കാൻ തോന്നുന്നു. പാഡിലോക്ക് ഇതാവശ്യമില്ല. പാഡിലോക്ക് ചിലപ്പം എന്തെങ്കിലും ഇതൊക്കെല്ലാം കാണും അതിനകത്ത്. ഞാൻ വീഡിയോ എടുക്കുക. ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. അച്ചാമ്മ എപ്പോഴും ശല്യപ്പെടുത്താനാണ്. അച്ചാമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല നമ്മൾ വീഡിയോ എടുക്കുന്നത്. എവിടെ പോയാലും ശല്യപ്പെടുത്തും. യെസ്, നമ്മൾ ലിഫ്റ്റ് വർക്കിംഗ് അല്ല. അതുകൊണ്ട് കേബിൾ കണ്ടുപിടിക്കണം. ഇവിടെ തുറന്നു കൊണ്ടോ ഗ്ലിച്ച്. അയ്യോ പണി. അനിയനൊക്കെ ശല്യപ്പെടുത്തനാണ്. അത് നമുക്ക് മൂടി കളിക്കാം. കണ്ടോ നിങ്ങൾ വേണം കണ്ടോ? നിങ്ങൾക്ക് ഇതേപോലത്തെ അനിയനുണ്ടെങ്കിൽ ഞാൻ അനിയനെ അടിക്കാത്തതാണ് പ്രശ്നം. ചിലപ്പോൾ ഭയങ്കര കുരുത്തക്കേടാണെങ്കിലും അടിക്കത്തുള്ളൂ. പട്ടി സ്ലെൻഡറീന വരുന്നതും ഇല്ല. ഗ്രാനി പോലല്ല ഈ സ്ലെൻഡറീന. സെൻഡറിനോടല്ലേ കാണും. സെൻഡറിനാണ് നമ്മൾ ഇട്ടോ ഇട്ട് കണ്ടിട്ട്. സെൻഡറിനെ പടം കണ്ടുകഴിഞ്ഞു. എന്തെങ്കിലും നല്ല തന്നെ കാണാനേ എന്തോ തുറക്കാൻ പറ്റില്ല. കൊള്ളാത്ത തന്നെ വന്നു. ഇനി ഇവിടെ നോക്കാം. ഇവിടെ തുറക്ക്. പാട്ട് വിടണോ? സ്റ്റോറേജ് പ്രശ്നം കാരണം കുറച്ച് പാടാണ്. എന്നാൽ പെട്ടെന്ന് അങ്ങ് സ്കിപ്പ് ചെയ്യാം. നമ്മൾ സ്പീഡ് മോഷൻ ഇട്ടാനും കുറച്ച് പാട്. ചെടി വെക്കാൻ കുറച്ച് പാടാണ്. നമുക്ക് മറ്റില്ല സ്ഥലത്ത് നിന്ന് ചാടിപ്പോകണം. അന്നേരം ഡെഡ് ആവാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് ഇന്ത്യാവയ്ക്ക് 3D പോലൊന്നും അല്ലടേ. ഇതിനകത്തെന്ന് പറയുമ്പം കുനിഞ്ഞിട്ട് ചാടിയ ഒരു ചാവ്. ചത്തില്ല. സെൻഡറിന മുറി സെൻഡറിന ഒഴിവാക്കണം. നമ്മൾ ഇങ്ങോട്ടേക്ക് അങ്ങ് ഇട്ടാൽ മതി. ഡ്രോപ്പ് ചെയ്യാം. സെൻഡറിനെ പ്രൂഫേക്കാൻ താടി എന്തെങ്കിലും താടി അവൻ്റെ ഷോ ഉണ്ടോ? നിങ്ങൾ കണ്ടോ? അവളുടെ ഷോ ഉണ്ടോ? എനിക്ക് ആൾക്കൂടി തോടി എന്തോ സേഫ്റ്റി സെൻഡറീനയുടെ
ഇവിടെ നിന്ന് ചായ പണിയാ കുനിഞ്ഞോ എഴുന്നേറ്റ് സെൻറ്ററിന് ഗ്രാനിട്ട് ഒന്നും വരുന്നില്ല സേഫ് സെൻറ്റർ പെട്ടെന്ന് ടെടി കിട്ടിയോണ്ട് കുറച്ച് ഭാഗ്യമായി. നിങ്ങൾ ഗ്രാനി 2 ഒക്കെ എല്ലാം കളിക്കൂ. ശരിക്കും ഗ്രാനി 2 പ്രാക്ടീസിന് ഇതുവരെ കളിച്ചിട്ടില്ല. ട്രെയിൻ എസ്കേപ്പ് കാണത്തോണ്ട് ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടുന്നവള്. ഗേറ്റ് എന്ന് പറയുമ്പോൾ ട്രെയിനിൻ്റെ കാര്യങ്ങൾ കിട്ടും. ട്രെയിനെന്ന് പറയുമ്പോൾ ഗേറ്റിൻ്റെ കാര്യങ്ങൾ. കസ്റ്റമർ കിച്ചണിൽ പോയി നോക്കാം. ഫയർവുഡ് ഇതുവരെ കിട്ടിയില്ല. എന്നാലും ഫ്യൂസൊക്കെ ലിഫ്റ്റും വർക്കിംഗ് അല്ല. ഇവിടെ എന്തെങ്കിലും കാണും. ഇവിടെ ഫ്യൂസ് തന്നെ കിട്ടണേ. ഒന്നുമില്ല. ഈ കോട്ടൊക്കെ ആണെങ്കിൽ കല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഒരു ഗെയിം പ്ലേയിൽ ഒന്നും ഇല്ലാതെ പ്രാക്ടീസ് ചെയ്ത് കളിച്ചായിരുന്നു. അതിനാൽ നമ്മൾ ഉള്ള സംഭവങ്ങളെല്ലാം നമ്മൾ തുറന്നിട്ട് പൂട്ടിയിട്ടാണ് പോയത്. കാരണം നമ്മൾ ഒരു വട്ടം ഗ്രാൻഡ് പാനെ മയക്കിട്ട് വന്ന സമയം ഗ്രാൻഡ് പാൻ്റെ പുറകിൽ നിന്ന് അടിച്ച് പിന്നെ നമ്മൾ കളിച്ചിട്ടില്ല. അങ്ങനെ വടങ്ങും ഒന്നും ഇല്ലടേ. എന്തോ കഷ്ടമാണ്. നമ്മളെത്ര നോക്കി വന്നതാണ്. ഇനി ഗെയിമിൽ രണ്ടാമത്തെ പാട്ട് ഇറക്കണം. ഫയർവുഡ് സീൻ ട്രെയിൻ ചെയ്യുന്ന ശരി. ഫയർവുഡ് മേളിലും പോകണം. അത് ജനറേറ്റർ കേബിൾ ഷെഡിലായിരിക്കും. ഷെഡിലല്ല ക്രവർ ഷെഡിലാണ് വെക്കേണ്ടത്. സെൻട്രലിനാണ് പാരപ്പോയി. ഫയർവുഡാണ് കേട്ടോ. ഫയർവുഡ് വെച്ചാൽ നമുക്ക് ഇവിടെ എത്തുന്നുണ്ട്. ഇതിനകത്ത് പിന്നെ നമ്മൾ ഒന്നും കുത്തിപ്പിടിക്കണില്ല. അതായത് സാധനം വേണം. സാധനം ഞാൻ ഈ 5 ഇൻസ്റ്റാൾ ചെയ്യാൻ ഇത് വേണം. നിങ്ങൾ പറയുമെങ്കിൽ ഞാൻ 5 കളിക്കാം. ശരിക്കും അത് ഗ്രാനി ഗെയിംസ് കളിക്കാൻ വരിക. വേറെ മിസ്റ്റർ ബീൻ അങ്ങനെ മിസ്റ്റർ ബീസ്റ്റ് അങ്ങനെ മിസ്റ്റർ മീറ്റ് ഇനി കത്തിക്കണമെങ്കിൽ കുനിഞ്ഞിട്ട് ഇനി മേളിൽ പോയി നോക്കാം. പിന്നെ സ്റ്റെപ്പ് വേണം. ആ ലിഫ്റ്റ് വല്ലതും വർക്കിംഗ് ചെയ്യണമെങ്കിൽ എന്ത് രസമാണ്. പ്ലാങ്ക് വെച്ചിട്ട് നമുക്ക് പറ്റില്ല. ജനറേറ്റർ കേബിളല്ല വേറെ സംഭവം. കുപ്പി വേണ്ടി വരുമെന്ന് തോന്നുന്നു. നമുക്ക് ലോക്കിയൊക്കെ കണ്ടുപിടിച്ച് വെക്കണം. ഷെഡിക്ക് നമുക്ക് ആവശ്യമുണ്ട്. കാക്ക എന്ത് ചെയ്യും? കാക്കപ്പോൾ ഫ്യൂസ് തന്നെ കിട്ടണേ. ഷെഡിക്ക് മോനെ ഷെഡിക്ക് കിട്ടി. ഇനി താരോട്ട് അറിയണ്ടേ. പ്ലാങ്ക് അങ്ങനെ മറ്റേ സ്ഥലത്തിരിക്കുക. ഇവിടെ സമയം കുറവാണ്. പിന്നെ എൻ്റെ വീട്ടിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ പറയുമ്പോൾ ആരും കേൾക്കില്ല. എന്നെ യൂട്യൂബ് ചാനലിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കും.